എൻ്റെ പേര് ഷേർലി ജെയിംസ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ ചൂരപ്പട് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ അവനി ജെയിംസ്. ഞാൻ 2023 ഡിസംബർ 7-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയായിരുന്നു മെയിനായിട്ടും ഉടമ്പടി എടുത്തത്. എൻ്റെ മകന് ഒരു പ്രശ്നമുണ്ടായപ്പോൾ അതിൽ ഞങ്ങളെല്ലാവരും വളരെയേറെ വിഷമിച്ചു. അതിനുവേണ്ടിയാണ് മെയിനായിട്ടും എടുത്തത്. പിന്നെ ഡിസംബർ 7-ന് ഉടമ്പടി എടുത്ത് തിരിച്ചു അവൻ താമസിക്കുന്ന എറണാകുളത്ത് നിന്ന് 8-ാം തീയതി ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റെ കാര്യത്തിന് തീരുമാനമുണ്ടായി. അതുപോലെ അവനൊരു ജോലി, അവൻ്റെ വിവാഹം എല്ലാം ഉടമ്പടിയിൽ വെച്ചിരുന്നു. മകൾ നേഴ്സിംഗ് കഴിഞ്ഞ് ജർമ്മൻ പഠിക്കുമായിരുന്നു. അവളുടെ V2 പാസ്സാകുന്നതിന് വേണ്ടിയും അവിടെയാണ് ഉടമ്പടി വെച്ചത്. ഞങ്ങൾ ഉടമ്പടി പുതുക്കിയത് മാർച്ച് 26, 2024 അപ്പോൾ ഞങ്ങൾ മകനും പപ്പയും ഞങ്ങൾ വന്നു. മകൾ വന്നിട്ടില്ലായിരുന്നു. അന്നേരം ജോസഫ് അച്ഛൻ അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയും അവന് ജോലിക്കും വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവൻ മെയ് 20-ാം തീയതി വിദേശത്ത് വിസിറ്റിംഗ് വിസയിൽ പോയി. സെപ്റ്റംബർ ആയപ്പോഴേക്കും അവന് ഒരു നല്ല ജോലി കിട്ടി. മകൾ V2 ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അമ്മ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ V2 പാസ്സായി. പരിശുദ്ധ അമ്മ തന്ന ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ ഓസ്ട്രിയ എന്ന സ്ഥലത്തോട്ടാണ് പോകാനിരിക്കുന്നത്. അപ്പോൾ എനിക്ക് B1 മതി അങ്ങോട്ട് പോകാൻ. എനിക്ക് B2ൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ B1 എഴുതിയത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്തെ റിസൾട്ട് വരാൻ ഒരു മാസത്തിനടുത്ത് എടുക്കും. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് B2 എഴുതാം, അവിടെ ചെന്നിട്ട് പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ B2ന് ഡേറ്റ് എടുക്കുന്നത്. ഓഗസ്റ്റ് 10-ാം തീയതി എനിക്ക് ട്രിവാൻഡ്രത്ത് ഡേറ്റ് കിട്ടി B2ന്. ഞങ്ങൾക്ക് B1 ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് B2ന് പ്രത്യേക അസിസ്റ്റൻസ് ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ ബാച്ചിലുള്ള ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് എഴുതിയത്. അപ്പം ഞങ്ങൾ സ്വന്തമായിട്ടാണ് ഇപ്പം എല്ലാവരും 2-3 സാക്ഷ്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടു. ജർമ്മൻ എക്സാം ഭയങ്കര പാടാണ്. അപ്പം ഞങ്ങൾക്ക് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും നമുക്ക് ശരിക്കും അസിസ്റ്റൻസ് വേണ്ടതാണ്. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ല, ഞങ്ങൾക്ക് വേണ്ടാത്തതുകൊണ്ട്. അപ്പം ഞങ്ങൾ തന്നെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തു. എക്സാമിന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സ്പീക്കിങ് റൈറ്റിംഗ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ലിസണിങ്ങിൻ്റെ എനിക്ക് ആദ്യമേ മുതലേ ലിസണിങ് ഭയങ്കര പാടാണ്. ലിസണിങ്ങിൻ്റെ ഇത് വന്നു കഴിഞ്ഞ് ലിസണിങ് ഓഡിയോ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് 4 പാട്ടാണ് അതിനുള്ളത്. അതിന് ഫസ്റ്റത്തെ പാട്ട് കേട്ട് ഒറ്റ തവണ അത് കേൾക്കുള്ളൂ. കേട്ട് കഴിഞ്ഞപ്പം എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ലായിരുന്നു. സെക്കൻഡ് ആയാലും അതേപോലെ തന്നെ 2 തവണ കേട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അതും അടയാളപ്പെടുത്തിയില്ല. 3-ാമത്തേതും 4-ാമത്തേതും കേട്ടു, മനസ്സിലായി. അതിനെനിക്ക് 14 മാർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ 18 മാർക്ക് വേണം നമുക്ക് പാസ്സാകണമെങ്കിൽ. എനിക്കതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ 2-ാമത്തെ ഒന്നും കേട്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ 1 മാർക്ക് പോലും അതിനകത്ത് കിട്ടത്തില്ലെന്ന് ഉറപ്പായിരുന്നു. ഞാൻ കേൾക്കാത്തതുകൊണ്ട് എൻ്റെ കഴുത്തേലെ കൊന്തയിൽ മാതാവിൻ്റെ ഒരു കാശുരൂപമുണ്ട്. അതേ പിടിച്ചിട്ട് ഞാൻ ചുമ്മാ ഇട്ട് വെച്ചു. റിസൾട്ട് വരാൻ ഒരു 50 ദിവസത്തിനടുത്തെടുത്തു. റിസൾട്ട് ഞാൻ ഫസ്റ്റ് നോക്കിയത് ലിസണിങ്ങിൻ്റെ മാർക്കായിരുന്നു. കറക്റ്റ് എനിക്ക് 60 മാർക്കാണ് കിട്ടിയതിന്. ബാക്കി എല്ലാത്തിനും മാർക്കുണ്ടായിരുന്നു. പക്ഷേ അതിന് മാത്രം കറക്റ്റ് 60 മാർക്കായിരുന്നു. അത് മാതാവ് തന്നതെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെമ്പേരി എന്ന സ്ഥലത്താണ് പഠിക്കുന്നത്. തലശ്ശേരി രൂപതയുടെ കീഴിലുള്ളതാണ്. അപ്പോൾ അവിടെ ചെമ്പേരി പള്ളി ബസിലിക്ക ആക്കിയപ്പം നമ്മുടെ ബെൽത്തങ്ങാടി പിതാവ് ലോറൻസ് മുക്കുഴി പിതാവ് അവിടെ വന്നിരുന്നപ്പം പിതാവ് പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഒരു കൊച്ചിൻ്റെ ഒരു അനുഭവം. കൊച്ചിങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുന്നത്, ഈശോയെ നീ എനിക്കത് തന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്നായിരുന്നു. അപ്പോൾ അന്ന് മുതൽ അതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് അതിൻ്റെ ഇടയ്ക്ക് B1 ഞാൻ പാസ്സായി. അതിനുശേഷം പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങി. അതെല്ലാം നല്ലതായിട്ട് തന്നെ പോയി. അപ്പോൾ B2ൻ്റെ റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു B2 ഒരു തവണ എനിക്ക് എഴുതി കിട്ടിയില്ലെങ്കിൽ പിന്നീട് എനിക്ക് എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. നമുക്ക് അവിടെ ചെന്നിട്ടും കിട്ടാത്ത മൊഡ്യൂളുകൾ എഴുതിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈശോയോട് പറയായിരുന്നു, ഈശോയെ നീ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ B2 തന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഞങ്ങളുടെ 3 പേരുടെ പ്രോസസ്സിങ് എല്ലാം ഒരേപോലെയാണ് നടന്നുകൊണ്ടിരുന്നത്. വിസ അവർക്ക് 2 പേർക്കും സെപ്റ്റംബർ 15-ാം തീയതി മെയിൽ വന്നു എംബസിയിൽ നിന്ന്. എനിക്ക് മാത്രം വന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ ജർമ്മനിയിൽ അവിടെയുള്ളവരോട് റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങൾ 3 പേരും ഒരുമിച്ച് വിസ ഇൻ്റർവ്യൂവിന് പൊക്കോളാം, ഒരാൾക്കും കൂടെ വരാനുള്ളൂ എന്ന്. പക്ഷെ അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു 20-ാം തീയതി തന്നെ അവരോട് പോകണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വരാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. അങ്ങനെ
പ്രാർത്ഥിച്ചു. പക്ഷേ വന്നില്ല. 16-ാം തീയതി നോക്കി വന്നില്ല, 17 നോക്കി വന്നില്ല. അപ്പോൾ 19-ാം തീയതി കണ്ണൂരായതുകൊണ്ട് തന്നെ 19-ാം തീയതി പോകണം, 20-ാം തീയതി ഇൻ്റർവ്യൂവിന്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു 18-ാം തീയതി കൂടെ വന്നില്ലെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പോകാൻ പറ്റത്തില്ല. 18-ാം തീയതി നോക്കി വന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു. കോൾ വന്ന് ട്രൂ കോളറിൽ എനിക്ക് എംബസി ന്യൂഡൽഹിയിൽ നിന്ന് കാണിച്ചു. ഞാൻ കോൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ അവിടെ കൊടുത്തിരുന്ന മെയിൽ ID തെറ്റായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് വരാണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 20-ാം തീയതി പോയി വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 28-ാം തീയതി എനിക്ക് വിസ വന്നു. ഞാൻ ഈ ഒക്ടോബർ 15-ാം തീയതി ഓസ്ട്രിയയ്ക്ക് പോവാണ്. എല്ലാം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദി.